ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും അതുപോലെ തന്നെ നേന്ത്രപ്പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പലഹാരമായിട്ടാണ് കേട്ടോ. നമുക്കിത് വൈകുന്നേരം കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും. നല്ല ഹെൽത്തിയാണ്. ഒരുപാട് അങ്ങ് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നട്ട്സ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ റൈസിൻസ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ചെയ്യാനായിട്ട്. വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി റൈസിൻസ് ഇട്ട് കൊടുക്കാം, ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കണ്ട, ഒരു മീഡിയം പഴുപ്പുള്ള പഴം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുഴഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് വെന്ത് തുടങ്ങുന്ന ആ സമയമുണ്ടല്ലോ, അത്രയും മതി. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇതേ കളറൊക്കെ മാറി ഒന്ന് മുരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എടുത്ത് മാറ്റാം. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോകും, അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ചും കൂടി ഒന്ന് നെയ്യാക്കി കൊടുക്കണം. 1 ടീസ്പൂൺ നിറയെ നെയ്യ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മെൽറ്റാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ റവയുടെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് വരണം. മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അത്രയും നേരം ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല തരിതരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് വെള്ളം ചൂടാക്കാൻ വെക്കുന്നത്. കഴുകിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് വെള്ളം, അത്രയും മതി. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് റവ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് റവയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം, അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാവും. റവ പെട്ടെന്ന് തന്നെ വെള്ളം കുടിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടെ 1/2 കപ്പ് നിറച്ചും തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ല ആ ഒരു പഴവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഴവും കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി പാനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്ന പരുവാവണം. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ട്രേ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാക്കിയിട്ടുണ്ടാവണം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബനാനയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നെയ്യാക്കാൻ മറന്നു പോരുത്, എന്നാലേ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു റവേൻ്റെ മിക്സ് പെട്ടെന്ന് തന്നെ ചൂടാറാൻ പാടില്ല, പിന്നെ സെറ്റായി കിട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്യുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും കറണ്ട് പോയി. പിന്നെ കറണ്ട് വരാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെറ്റായി പോകും ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂട് മാറിയാൽ മാത്രമേ നമുക്കിത് പാനിൽ നിന്ന് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൈഡ് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 4 സൈഡ് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്കോ ഏതിലാന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ സിമ്പിളായിട്ട് വരും കേട്ടോ. അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടീസിനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.